തൃത്താലയുടെ വികസന കുതിപ്പിൽ നിർണായകമായ കൂറ്റനാട് ടൗൺ നവീകരണത്തെ ചൊല്ലി മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. ഭാവിയിലേക്ക് അനിവാര്യമായ പദ്ധതിയെ എതിർക്കുന്ന മുൻ MLA VT ബൽറാമിന്റെ നിലപാട് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് MP രാജേഷ് തുറന്നടിച്ചു. കേവലം രാഷ്ട്രീയ ലാഭത്തിനായി നാടിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ നോക്കരുതെന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. പദ്ധതിയുടെ ഭാഗമായി സാമൂഹിക ആഘാത പഠനം നടത്തുമെന്ന് പ്രഖ്യാപിച്ച VT ബൽറാമിനെ ചിരിയോടെയാണ് MP രാജേഷ് നേരിട്ടത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് സാമൂഹിക ആഘാത പഠനം നടത്തണമെന്നത് നിയമപരമായ അനിവാര്യതയാണെന്നും ആ നിയമം നടപ്പിലാക്കുന്നതിനെ പുതിയൊരു കണ്ടുപിടുത്തമായി അവതരിപ്പിക്കുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ദയവായി വസ്തുതകൾ പഠിച്ചു വേണം ഓരോ കാര്യങ്ങൾ പറയാൻ. സാമൂഹിക ആഘാത പഠനം നടത്തിയ ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കാനാവൂ എന്നതാണ് നിയമം. ഇതുകൂടി അറിയില്ലെങ്കിൽ നാട്ടുകാർ പരിഹസിക്കില്ലേ? രാജേഷ് ചോദിച്ചു. എതിർപ്പിന് ഒരു അടിസ്ഥാനവുമില്ല. കാരണം എന്താ പറയുക, കൈ നിറയെ പണം കൊടുക്കുന്നുണ്ട് സർക്കാർ. ആരുടെയും ഭൂമി പിടിച്ചു പറിക്കുന്നില്ലല്ലോ. ഒരു കെട്ടിടം പൊളിക്കാൻ കഴിഞ്ഞുള്ള പൈസ കൊടുക്കും. കെട്ടിടത്തിന്റെ ഓരോ ഇഷ്ടികയ്ക്കുമാണ് പണം പൈസ കൊടുക്കുന്നത്. ഓരോ ഇഷ്ടികയ്ക്കും എന്ത് ന്യായമാണുള്ളത് ഇതിന് എതിർക്കാൻ? ആ എതിർപ്പിന് UDF സ്ഥാനാർത്ഥി കൂട്ടുനിൽക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. നമുക്ക് രാഷ്ട്രീയമാവാം, പൊളിറ്റിക്കലി പോയിന്റ് സ്കോർ ചെയ്യാൻ വേറെ മാർഗങ്ങൾ നോക്കാം. ഒരു നാടിനോടൊരു അനീതി ചെയ്തുകൊണ്ട് ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞതായിട്ട് പറഞ്ഞു, ഇവിടെ തന്നെ സാമൂഹിക ആഘാത പഠനം നടത്തുന്നത്. ദയവായി വസ്തുതകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നത് നല്ലതാണെന്ന് പറയാനുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയെ ഉപദേശിക്കുകയാണ്. കൂറ്റനാടിന്റെ മുഖച്ഛായ മാറുന്ന നവീകരണ പദ്ധതികൾക്കെതിരെ നിൽക്കുന്നത് വികസന വിരോധമാണെന്നും ഇത്തരം തരംതാണ രാഷ്ട്രീയ നീക്കങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃത്താലയുടെ വികസന ചർച്ചകളിൽ പുതിയൊരു വാക്പോരിനെ വഴിതുറന്നിരിക്കുകയാണ് ഈ പ്രതികരണം. ഇപ്പോൾ കൂറ്റനാട് ടൗൺ ഡെവലപ്മെന്റ് എന്ന പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പദ്ധതി, അതിന്റെ സമഗ്രമായിട്ടുള്ള ഒരു പുനഃപരിശോധന ഉണ്ടാവും. അതിന്റെ സാമൂഹിക ആഘാത പഠനം വളരെ കൃത്യമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കൂറ്റനാട് ടൗൺ നവീകരണത്തിന്റെ കാര്യത്തിൽ സാമൂഹിക ആഘാത പഠനം പൂർത്തിയായി. അതെങ്കിലും മനസ്സിലാക്കണ്ടേ? അത് പൂർത്തിയായിട്ടാണ് 4-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങുക. ഇവിടെ 11-1 നോട്ടിഫിക്കേഷൻ ആയി. അതിനെതിരെയാണ് ഇപ്പോൾ ഒരു കോടതി പോയിട്ടുള്ളത്. അപ്പൊ പൂർത്തിയായ സാമൂഹിക ആഘാത പഠനം നടത്തുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. നാട്ടിൽ നിയമാനുസൃത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.